മഴക്കാലത്തല്ലേ കൊടുമ്പുളി ഉണ്ടാവുക. കൊടുമ്പുളി ഉണക്കിയെടുക്കാൻ ഒരു എളുപ്പമാർഗ്ഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ലൈസ ഹസൻ വ്ലോഗ്. നല്ല മഴയുള്ള സമയത്ത് കൊടുമ്പുളി എങ്ങനെയാണ് നാശാവാതെ സൂക്ഷിക്കുക എന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് കൊടുമ്പുളി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വീഡിയോയിൽ കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകും, കൊടുമ്പുളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദമായി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനായിട്ട് ഇതാ കൊടുമ്പുളി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുകളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഓരോ അല്ലികളായിട്ട് ഇത് വേർപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുമ്പുളി ആവി കയറ്റിയിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിലും എളുപ്പമായിട്ടാണ് ഇത് തോന്നുന്നത്. നമ്മൾ ഫ്രിഡ്ജൊന്ന് ഫ്രീ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുമ്പുളി ഉണക്കിയെടുക്കാം. അപ്പോൾ കുറച്ചൊക്കെ ദിവസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാൻ എളുപ്പമാണ്. കൊടുമ്പുളി കട്ട് ചെയ്തതിന് ശേഷം ഒരു അരുപ്പ പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ വെഴുക്കലൊന്ന് കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത്. എന്നാൽ അത് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളിതാ കൊടുമ്പുളി കട്ട് ചെയ്തിട്ട് പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഓരോ തട്ടിലായിട്ടും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മളൊന്ന് ഒഴിവാക്കി വെച്ച് കൊടുക്കണം ഈ സമയത്ത്. അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ഫ്രിഡ്ജാണെങ്കിൽ നമുക്കിത് ഒരാഴ്ച ഇരുന്നാൽ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ കുറച്ച് കൊടുമ്പുളി ഫ്രിഡ്ജിൽ വെച്ചതാണ്, അത് സൂക്ഷിച്ച് വെച്ചതാണ്. അത് നന്നായിട്ട് ഉണങ്ങി കിട്ടി. അതിന് ശേഷം നമ്മൾ ഇതേപോലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, അതിങ്ങനെ സൗണ്ട് ഉണ്ട്, നമ്മളത് ഉണങ്ങിയതിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുകയത്ത് വെച്ച് ഉണക്കിയതും അതേപോലെ വെയിൽ കൊണ്ട് അത്രയൊന്നും കളർ ഇതിന് കിട്ടിയിട്ടില്ല. നല്ലൊരു മഞ്ഞ കളറോട് കൂടിയിട്ടാണ് ഇത് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. നല്ല മഴയുള്ള ദിവസം നമുക്ക് തീരെ പുറത്ത് വെക്കാൻ പറ്റാത്ത ദിവസം ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഫ്രിഡ്ജൊന്ന് ഒഴിവാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ തട്ടുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഒരാഴ്ച കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടാലറിയാം നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവർ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. മഴക്കാലത്തല്ലേ കൊടുമ്പുളി ഉണ്ടാവുക, അത് ഉണക്കിയെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ കാണുന്ന കൊടുമ്പുളി വെയിൽ കൊണ്ട് ഉണക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.